ഹലോ ഫ്രണ്ട്സ്, നമുക്കിനി 74ാമത്തെ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ചോദ്യം ഇതാണ്: ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ എ കോമ ബി ആൻഡ് പാരലൽ ടു ദ ലൈൻ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ് ജിയോമെട്രി ഒരുപാട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ തോന്നും. ഒന്നുമില്ല, ചെയ്യേണ്ട എന്താണ്, മിക്കവാറും ഉള്ള എല്ലാ കോർഡിനേറ്റ് ജിയോമെട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും സ്ട്രെയിറ്റ് ലൈൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ. സോ നമുക്ക് വേണ്ടുന്ന ലൈൻ എ കോമ ബിയിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇത് നമുക്ക് തന്നിട്ടുള്ളതാണ്. സോ നമുക്ക് എ കോമ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഏതാ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എയും വൈ ഇസ് ഈക്വൽ ടു ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എ, വൈ ഇസ് ഈക്വൽ ടു ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? എ ബൈ എ പ്ലസ് ബി ബൈ ബി ഈക്വൽ ടു 3 വരുമോ? ഇല്ല, 1 + 1 2 അല്ലേ? സോ ഓപ്ഷൻ എ ശരിയല്ല. ഇവിടെ ഇട്ടോട് എ ബൈ എ പ്ലസ് ബി ബൈ ബി ഈക്വൽ ടു 2 ശരിയാണ്. നമുക്ക് വേറെ വല്ലതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ട്രൈ ചെയ്യേണ്ടി വരും. ഇവിടെ എ ബൈ എ പ്ലസ് ബി ബൈ ബി, അതായത് ഇത് 2 ഇസ് ഈക്വൽ ടു 0 ശരിയല്ലല്ലോ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എ ബൈ എ പ്ലസ് ബി ബൈ ബി 2 + 2 ഇസ് ഈക്വൽ ടു 4 ഇസ് ഈക്വൽ ടു 0. തെറ്റാണല്ലോ. ഇവിടെ എന്താണ് വരുന്നത്? 2 ഇസ് ഈക്വൽ ടു 4. അതും തെറ്റാണല്ലോ. അപ്പൊ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി മാത്രമായിരിക്കണം ശരി ഉത്തരം. സോ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി 76ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് 5 സ്ക്വയർ യൂണിറ്റ്. 2 of its vertices are 2, 1 and 3, 2. The third vertex lies on y is equal to x plus 3. Then the coordinates of the third vertex can be. See, ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷന്റെ ഉപയോഗമൊന്നുമില്ല, ഇതൊന്നും കൊണ്ട് ഉപയോഗമില്ല. നമുക്ക് ഇതുകൊണ്ട് മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതായത് വി ആർ ഗോയിങ് ടു യൂസ് മെത്തേഡ് ഓഫ് ഉഡായ്പ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? y is equal to x plus 3യിൽ the coordinates of the third vertex ഈ y is equal to x plus 3യിൽ ലൈ ചെയ്യുന്നു. അതായത് y is equal to x plus 3 should satisfy whichever is the vertex over here, അല്ലെ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് y is equal to -3/2 ഇട്ട് കൊടുത്താൽ -3/2 is equal to -3/2 plus 3 വരുമോ? ഇല്ല, -3/2 is equal to plus 3/2 എന്നായി പോകത്തില്ലേ? ഇതല്ല, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി ഇട്ട് കൊടുക്കുക. y എന്ന് പറയുന്നത് എത്രയാണ്? -3/2. 3/4 plus 3 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നെഗറ്റീവ് ക്വാണ്ടിറ്റി വരത്തില്ലല്ലോ. കാൽക്കുലേറ്റ് ചെയ്ത് പോലും നോക്കണ്ട, അത് വെച്ച് തന്നെ കളഞ്ഞു വിട്ടേക്കാം. അടുത്തത് ഇത് ഇട്ട് നോക്കാം. y is equal to 13/2 is equal to 7/2 plus 3 ശരിയല്ലേ? അത് 13/2 വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. y is equal to 13/2, റൈറ്റ് സൈഡിലും 7/2 plus 3യും 13/2 തന്നെ അല്ലേ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു പോസിബിൾ ആൻസർ ആണ്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും, നമ്മൾ മൊത്തത്തിൽ ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ ഓൾവേസ് ഇറ്റ്സ് ബെറ്റർ ടു ചെക്ക് വെദർ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ അടുത്ത ഇട്ട് കൊടുക്കുക. ഡി ഇട്ട് കൊടുക്കുക. 1/2 is equal to -1/4 plus 3 വരുമോ? ഇല്ലല്ലോ. ഇത് വളരെ 2ക്കാട്ടിലും കൂടുതൽ ഇവിടെ 1/2 അല്ലേ വരത്തുള്ളൂ. സോ ഇതുമല്ല. ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കുക. 3/2 is equal to 3/2 plus 3. അത് ഓൾറെഡി റൈറ്റ് സൈഡിൽ 3/2-നെക്കാട്ടിലും കൂടിയതാണ്, ലെഫ്റ്റ് സൈഡിൽ 3/2 ആണ്. ഇതുമല്ല ഉത്തരം. സോ ശരി ഉത്തരത്ത ഓപ്ഷൻ സി ആണ്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ചോദ്യവും നമുക്ക് വെറും സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് തന്നെ ചെയ്യാൻ പറ്റി. സോ മെത്തേഡ് ഓഫ് ഉഡായ്പ് കീ ജെ. അടുത്ത നമുക്ക് 79ാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: 3i cap plus 2j cap minus 5k cap is x times of 2i cap minus j cap plus k cap and y times of I cap plus 3j cap minus 2k cap plus z times of minus 2i cap plus j cap minus 3k cap, അല്ലേ? നമ്മൾ രണ്ട് വെക്ടേഴ്സ് xi cap plus yj cap plus zk cap ഈക്വൽ ടു ai cap plus bj cap plus ck cap എന്ന് പറയുന്നത് എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ x കമ്പോണൻസ് സെയിം ആയിരിക്കണം. x is equal to a ആയിരിക്കണം. അതോടൊപ്പം y കമ്പോണൻസ് സെയിം ആയിരിക്കണം. അതായത് y equal to b ആയിരിക്കണം. z കമ്പോണൻസ് സെയിം ആയിരിക്കണം. z is equal to c ആയിരിക്കണം. ശരിയല്ലേ? നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 3i cap plus 2j cap minus 5k cap is equal to, ശരിയല്ലേ, is equal to x into 2i cap minus j cap plus k cap plus y into I cap plus 3i cap minus 2k cap plus z into minus 2i cap plus j cap minus 3k cap. ഇതല്ലേ തന്നേക്കുന്നത്? നമുക്കിനി ഒരു കാര്യം നോക്കാം. ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് മൊത്തത്തിൽ ചെയ്ത് നോക്കണോ? വേണ്ട. നമുക്കറിയാം x കമ്പോണൻസ് സെയിം ആയിരിക്കണം, y കമ്പോണൻസ് സെയിം ആയിരിക്കണം, z കമ്പോണൻസ് സെയിം ആയിരിക്കും. നമുക്ക് x is equal to 1, y is equal to 2, z is equal to 3 ഇട്ട് കഴിഞ്ഞാൽ x കമ്പോണന്റ് എന്ന് പറയുന്ന ഐയുടെ കോഎഫിഷ്യന്റ് ആണ്. അത് ഇവിടുന്നും കിട്ടും, ഇവിടുന്നും കിട്ടും,
ഇവിടുന്നും കിട്ടും അല്ലെ. നമുക്കിനി ഇട്ട് നോക്കിയിട്ട് എക്സ് കമ്പോണന്റ് സെയിം വരുന്നുണ്ടോ എന്ന് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര വരും? 2i ക്യാപ്. ഇത് എത്ര വരും? പ്ലസ് 2j ക്യാപ്. ഇത് എത്ര വരും? മൈനസ് 6i ക്യാപ് അല്ലെ. ഇതും ഐ ക്യാപ്പ് ആണ്, ഇതും ഐ ക്യാപ്പ് അല്ല. ബിക്കോസ് y ഇസ് ഈക്വൽ ടു നമ്മൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2i ക്യാപ്പ് വരും. ഇവിടുന്ന് നമുക്ക് ബാക്കിയെല്ലാം ഇഗ്നോർ ചെയ്തേക്കുവാണ്. അവിടെ y കമ്പോണന്റ് ഉണ്ട്, z കമ്പോണന്റ് ഉണ്ട്, നമുക്കറിയാം. പക്ഷേ എക്സ് കമ്പോണന്റ് സെയിം ആയിരിക്കണം. ഇവിടെ എത്ര വരുന്നത്? 4 മൈനസ് 6 എന്ന് വരത്തില്ലേ? 4 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 2i ക്യാപ്. മൈനസ് 2ഉം 3യും സെയിം ആണോ? അല്ലല്ലോ. സോ ഓപ്ഷൻ എ നമ്മളങ്ങ് കളഞ്ഞു. ഓപ്ഷൻ ബി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് എക്സ് കമ്പോണന്റ് മാത്രം നോക്കാം. നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 4i ക്യാപ്പ് വരും. ശരിയല്ലേ? y ഇസ് ഈക്വൽ ടു 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3i ക്യാപ്പ് വരും. z ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 2i ക്യാപ്പ് വരും. ഇത് എത്രയാണ്? 5i ക്യാപ്പ് എന്ന് വരും. 3i ക്യാപ്പും 5i ക്യാപ്പും സെയിം ആണോ? സെയിം അല്ല. നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്യുന്നത്. ഞാനിപ്പോ ഇത്ര എഴുതി കാണിക്കുന്നത് ഇതെല്ലാം മൈൻഡിൽ അങ്ങ് ചെയ്ത് നോക്കി പോകണം. ഇതൊക്കെ ഒരു 30 സെക്കൻഡിൽ തീർത്തുവിടാവുന്ന ചോദ്യങ്ങളാണ്. ഇങ്ങനെ മൈൻഡിൽ മാത്രം അങ്ങ് ചെയ്തു പോയതാണ്. ഓക്കെ, അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 3 ഇട്ട് കൊടുത്താൽ എക്സ് ഇസ് ഈക്വൽ ടു 3 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6i ക്യാപ്പ് ആയി. y ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു 1 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ i ക്യാപ്പ് ആയി. z ഇസ് ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ മൈനസ് 4i. അതായത് 6 മൈനസ് 4 അത് 3i ക്യാപ്പ്. സോ ഇതൊരു പോസിബിലിറ്റിയാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബാക്കിയും കൂടെ നോക്കണം, ഉറപ്പ് വരുത്തണം. അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്താ കിട്ടുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 1 ഇട്ട് കഴിഞ്ഞാൽ 2 കിട്ടി. ഇവിടെ എത്ര കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു y ഇസ് ഈക്വൽ ടു 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 കിട്ടി. ഇവിടെ എന്ത് കിട്ടുന്നത്? മൈനസ് 4 കിട്ടി. അതായത് 5 മൈനസ് 4 1. സോ ഡി അല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് ഇനി ഇ ശ്രമിച്ചു കൊടുക്കാം. ഇ ശ്രമിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 കിട്ടത്തില്ലേ? 2 ഇൻറ്റു ഇത് 4 കിട്ടും, പ്ലസ് 2 കിട്ടും. ഇവിടെ എത്ര കിട്ടുന്നത്? മൈനസ് 6 കിട്ടത്തില്ലേ? അതായത് ഇവിടെ ഒരു 0 ആയി പോകുന്നു. സോ ഇതുമല്ല ശരി ഉത്തരം. സോ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കണം ശരി ഉത്തരം. നമ്മൾ എക്സ് കമ്പോണന്റിൽ നിന്ന് മാത്രം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും ചെയ്തു നോക്കണ്ട. ബാക്കിയെല്ലാം ചെയ്യുന്ന വെറുതെ ടൈം വേസ്റ്റ് ആണ്. സോ വീണ്ടും നമ്മുടെ മെത്തേഡ് ഓഫ് ഉഡായിപ്പ് ജയിച്ചിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിനി 81ാമത്തെ ചോദ്യം ചെയ്യാം. വീണ്ടും നമുക്ക് ഉഡായിപ്പ് മെത്തേഡ് വെച്ച് തന്നെ ചെയ്യാം. ചോദ്യം ഇതാണ്: ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു 3i ക്യാപ് പ്ലസ് 6j ക്യാപ് പ്ലസ് 6k ക്യാപ് ആർ കൊലീനിയർ ആൻഡ് എ ഡോട്ട് ബി ഇസ് 27, then a is equal to. ഇത് നമുക്ക് ഉഡായിപ്പ് കാണിക്കാം. നമുക്ക് എന്താ അറിയാവുന്നത്? വെക്ടർ എയും വെക്ടർ ബിയും കൊലീനിയർ ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ലേ? ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ xi ക്യാപ് പ്ലസ് yj ക്യാപ് പ്ലസ് zk ക്യാപ്പും ai ക്യാപ് പ്ലസ് bj ക്യാപ് പ്ലസ് ck ക്യാപ്പും കൊലീനിയർ ആണെങ്കിൽ x ബൈ a ഷുഡ് ബി ഈക്വൽ ടു y ബൈ b ഷുഡ് ബി ഈക്വൽ ടു z ബൈ c. ഇങ്ങനെ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് 3i ക്യാപ് പ്ലസ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 3i ക്യാപ് പ്ലസ് 6j ക്യാപ് പ്ലസ് 6k ക്യാപ് എന്ന് തന്നിട്ടുണ്ടല്ലോ. ഇതും പ്രപ്പോർഷണൽ ആണെങ്കിൽ എ ഏതാണോ അതും അതേപോലെ തന്നെ ഇത് ടോട്ടലി നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടേണ്ടി വരും അല്ലെ? സോ ഇത് 3/3 1 ആണ്. 6/3 ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി എടുക്കാം. ഇതും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ 3/3 1 ഇസ് ഈക്വൽ ടു 6/3 എന്ന് പറയുന്നത് 2 ഈക്വൽ ടു 2 എന്ന് വരും. 1 ഈക്വൽ ടു 2 ഈക്വൽ ടു 2 ആണോ? അല്ല. ഓപ്ഷൻ എ തെറ്റ്. ഇവിടെ ഇട്ട് കൊടുക്കാം. 3 ഈക്വൽ ടു 3 ഈക്വൽ ടു 3 കിട്ടിയില്ലേ? ഇതൊരു പോസിബിൾ ആൻസർ ആണ്. കാരണം നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി എടുത്ത എക്സ് കോമ്പൗണ്ട് 3/1 6/2ഉം 3 വരും, 6/2ഉം 3 വരും. ഇതും നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് സി എടുക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ 3/2 ഇസ് ഈക്വൽ ടു 3 ഇസ് ഈക്വൽ ടു 3. ശരിയാണോ? അല്ല. ഇതെന്ന് പറയുന്നത് എത്ര വരും? 3 ഈക്വൽ ടു 2 ഈക്വൽ ടു 2 എന്ന് വരും. ഇതും ശരിയാണോ? അല്ല. 3 എങ്ങനെ 2നോട് ഈക്വൽ ആവുന്നേ? അടുത്തത് 3 ഈക്വൽ ടു മൈനസ് 2 ഈക്വൽ ടു 3 എന്ന് വരും. ഇതും ശരിയാണോ? ഇതും ശരിയല്ല. സോ നമുക്ക് പറ്റിയ ഇത്ര ഏത് മാത്രമേ ഉള്ളൂ, ബി ഉള്ളൂ. വേറെ ഒന്നും ചെയ്ത് നോക്കണ്ട. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. ഇത് നോക്കുക, ചെയ്യുക, തീർക്കുക, വീട്ടിൽ പോവുക, അടുത്ത ചോദ്യം ചെയ്യുക. നമുക്കിനി 87ാമത്തെ ചോദ്യം ചെയ്യാം. ഇതും നമ്മൾ ഉഡായിപ്പ് കാണിക്കാം. ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ 2,2 which passes through 4,5. സോ നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിന്റെ സെന്റർ 2,2 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കൊരു സർക്കിള് x² + y² + 2gx +
2fy plus c equal to 0 അല്ലേ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇതിന്റെ സെന്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൈനസ് ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, അതായത് മൈനസ് ടി കോമ മൈനസ് എഫ് അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. സെന്റർ 2,2 കിട്ടുന്ന ഏതൊക്കെയാണ്? നമുക്കിത് 2,2 മൈനസ് ഹാഫ് എന്ന് തരുമ്പോഴേ അറിയാം കോഎഫിഷ്യന്റ് രണ്ടും സെയിം ആയിട്ടുള്ളത്, സെയിം സൈനിലുള്ളതായിരിക്കണം ശരി ഉത്തരം. ശരിയല്ലേ? കാരണം ഇവിടെ സെന്റർ സെയിം സൈൻ ആണ് ആൻഡ് മൈനസ് ഹാഫ് ആണ് നമ്മൾ രണ്ടിടത്തും എടുക്കുന്നതെങ്കിൽ കോഎഫിഷ്യന്റ് രണ്ടും നമുക്ക് സെയിം സൈനിലുള്ളതായിരിക്കണം. അതാണ് ആദ്യത്തെ നമ്മുടെ തോട്ട്. അന്നേരം തന്നെ കുറെ എലിമിനേറ്റ് ചെയ്തോളാം. ഇത് -4ഉം +4ഉം ആയതുകൊണ്ട് സൈൻ സെയിം വരത്തില്ല, ഇതെടുത്ത് കളയാം. ഇത് വരാൻ സാധ്യതയുണ്ട്, ഇത് വരാൻ സാധ്യതയുണ്ട്, ഇതും വരാൻ സാധ്യതയുണ്ട്, ഇത് വരാൻ സാധ്യതയില്ല. കാരണം ഇത് സൈൻ സെയിം അല്ലല്ലോ. അതും കൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും എലിമിനേറ്റ് ചെയ്ത് കളയാം. അതേപോലെ ഇനി ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ -12 നമുക്ക് 2 വരണമെങ്കിൽ 4ന്റെ ഹാഫ് അല്ലേ. 4ന്റെ ഹാഫ് ആയതുകൊണ്ട് ഇത് മാത്രമേ വരത്തുള്ളൂ. ഇതും വരത്തില്ല, ഇതും വരത്തില്ല. 2ന്റെ ഹാഫ് എടുത്ത് കഴിഞ്ഞാൽ 1 അല്ലേ വരത്തുള്ളൂ. അന്നേരം സെന്റർ നമുക്ക് സെയിം ആയിട്ട് വരത്തില്ല. സോ ശരി ഉത്തരം ബി ആണ്. നിർത്തിയിട്ട് വീട്ടിൽ പോവുക.